നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദേവഋഷി നാരദൻ അതിവേഗത്തിൽ അന്ധകാലയത്തിലേക്കാണ് പോയത്. രാവണന്റെ യുദ്ധസന്നാഹം മുൻകൂട്ടി തന്നെ അറിയിക്കാമല്ലോ. ഓരോ ജീവനെയും ചെയ്ത കർമ്മങ്ങൾക്ക് അതിനനുസരിച്ച് വേണ്ടുന്നത് അഗ്നിസാക്ഷിയായി അനുഭവിപ്പിക്കുന്ന യമധർമ്മ രാജാവിനെ ഭഗവാൻ നാരദൻ അവിടെ കണ്ടു. മാമുനീന്ദ്രനെ കണ്ട കാലൻ യഥാവിധി ഇരുത്തി ധർമ്മമനുസരിച്ച് അർഘ്യാദികൾ കൊണ്ട് പൂജിച്ച് സവിനയം, ദേവഋഷി സത്തമ, സുഖം തന്നെയല്ലേ? ധർമ്മം നശിക്കുന്നില്ലല്ലോ. ദേവഗന്ധർവന്മാരാൽ സദാ പൂജിതനായ അങ്ങ് ഇങ്ങോട്ട് എഴുന്നള്ളുവാനുള്ള ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? പ്രേതനാഥന്റെ വാക്കുകൾ കേട്ട ഭഗവാൻ നാരദ ഋഷി അരുളി ചെയ്തു, ഹേ പിതൃപ്രഭോ, എല്ലാം പറയാം, ശ്രദ്ധ വെച്ച് കേട്ടാലും. വേണ്ട ഏർപ്പാടുകൾ ഉടനടി ചെയ്തുകൊള്ളൂ. രക്ഷോനായകനായ ദശാസ്യൻ ഒരിക്കലും ഒരാളിൽ നിന്നും തോൽവി പറ്റാത്ത അങ്ങയെ പൊരുതി കീഴടക്കുവാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വെമ്പിപ്പാഞ്ഞ് ഇങ്ങോട്ടെത്തിയത്. ദണ്ഡ ആയുധമായിട്ടുള്ള അങ്ങേക്ക് എന്താണ് വന്നു ചേരുക? ഈ സംഭാഷണ മധ്യ വിദൂരത്തിൽ പുഷ്പക വിമാനം സൂര്യൻ ഉദിച്ചതുപോലെ കാണാറായി. രക്ഷോനായകനെ വഹിച്ചുകൊണ്ടുള്ള ആ ദിവ്യ വിമാനം സ്വപ്രഭയാൽ അവിടുത്തെ അന്ധകാരം അകറ്റി. മഹാശക്തനായ രാവണൻ ചുറ്റും നോക്കി. സൽക്കർമ്മവും ദുഷ്കർമ്മവും ചെയ്ത ജീവന്മാർ അതാതിനനുസരിച്ച ഫലങ്ങൾ അനുഭവിക്കുന്നത് ദശഗ്രീവൻ കണ്ടു. ഘോര സ്വരൂപികളും ഉഗ്രന്മാരും ഭയങ്കരരുമായ അനുഗാമികളെയും പടകളെയും നിശാചര നായകൻ ശ്രദ്ധിച്ചു. സ്വകർമ്മങ്ങൾക്കനുസരിച്ച് ചില ജീവന്മാരെ നിഷ്കരുണം നിഗ്രഹിക്കുന്നു, ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നു. ഉഗ്രദണ്ഡനങ്ങൾ ഏൽക്കുമ്പോൾ ജീവാത്മാക്കൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു, അത്യുച്ചത്തിൽ കേഴുന്നു, ശ്വാക്കൾ കടിച്ചു വലിക്കുന്നു, പുഴുക്കൾ അതിദാരുണമായി തിന്നുന്നു, ചെവി പൊട്ടത്തക്ക വിധം ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നു, രക്തം, ജലം എന്നിവ നിറഞ്ഞ വൈതരണികളിൽ നീന്തി തുടിച്ച് കടക്കാൻ ശ്രമിക്കുന്നു, ചുട്ടുപഴുത്ത മണലിൽ വറുക്കപ്പെടുന്നു. ചില അധാർമിക ജീവന്മാരെ നിശിതങ്ങളായ ഖഡ്ഗങ്ങൾ നിറഞ്ഞ കൊടുങ്കാട്ടിലാക്കി ദേഹം മുഴുവൻ ഛിന്നഭിന്നമാക്കുന്നു. രൗരവം, ക്ഷാരനദി, ക്ഷുരധാര എന്നിവകളിലിട്ട് പൈതാഹങ്ങളാൽ വലഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്നു. മറ്റൊരിടത്ത് ചിലർ ശവമായി കിടക്കുന്നു. അസഹ്യ ദുഃഖത്താൽ വിവർണരായി ചിന്നിച്ചിതറിയ മുടികളോടെ ചിലർ ഓടുന്നു. ചേറും അഴുക്കും പൂശിയ രൂക്ഷന്മാർ 100ഉം 1000വുമായി ലക്ഷ്യമില്ലാതെ നടക്കുന്നു. ഇങ്ങനെ പാപകർമ്മ നിരതന്മാരുടെ ജീവിതഫലം അനുഭവിക്കുന്നത് പോലെ സുഹൃതം ചെയ്തവരുടെ സുഖജീവിതവും കാണാൻ തുടങ്ങി. ശ്രവണ മധുരവാദ്യങ്ങളോടുകൂടി സ്വർഗീയ ഗാനം ഉയരുന്ന മണിമന്ദിരങ്ങളിൽ സാമോദം വസിക്കുന്ന ജീവന്മാരെ നക്തഞ്ചരാധിപൻ കണ്ടു. ഗോക്കളെയും മറ്റും സാദരം ദാനം ചെയ്തിട്ടുള്ളവർ ഘോരസങ്ങൾ അനുഭവിക്കുന്നു. അന്നദാനം ചെയ്തവർക്ക് മൃഷ്ടാന്നം കിട്ടുന്നു. ഗൃഹകൃത്യങ്ങൾ യഥാവധി നടത്തിയിട്ടുള്ളവർക്ക് ഉത്തമ ഭവനങ്ങളാണ് തൽഫലമായി പ്രേതനാഥ ലോകത്തിൽ സിദ്ധിക്കുന്നത്. കനകാഭരണങ്ങൾ, രത്നമാലകൾ എന്നിവ അണിഞ്ഞ സുന്ദരി രത്നങ്ങളോടുകൂടി സ്വതേജസ്സിനാൽ ജാജ്വല്യമാനരായി ധാർമ്മികന്മാർ സസുഖം വസിക്കുന്നതും മഹാബാഹുവായ രാവണൻ കണ്ടു. ദുഷ്കൃതങ്ങൾക്കനുസരിച്ച് കഷ്ടപ്പെടുന്നവരെ സ്വപരാക്രമം കൊണ്ട് ദശാസ്യൻ യമഭടന്മാരിൽ നിന്ന് വിടുവിച്ചു. വിഷമങ്ങളിൽ നിന്ന് വേർപെട്ട് ആ ശരീരികൾക്ക് പെട്ടെന്ന് ആശ്വാസം കൊള്ളുവാൻ ദശഗ്രീവ ബലം സഹായിച്ചു. ഇങ്ങനെ പ്രേതങ്ങളെ രാക്ഷസേന്ദ്രൻ വിടുവിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രേതപാലകന്മാർ അതിക്രുദ്ധരായി രാവണനോട് ഏറ്റുമുട്ടി. ഹലഹല ശബ്ദം സർവത്ര ഉയർന്നു. മഹാശൂരന്മാരായ യമഭടന്മാർ ഉലക്ക, കുന്തം, പരികം, ശൂലം, വേൽ, തോമരം തുടങ്ങിയ നിശ്ചിതായുധങ്ങളെ പുഷ്പകത്തിലേക്ക് തുരുതുരെ ചൊരിഞ്ഞു. ആ ദിവ്യ വിമാനത്തിലെ തിണ്ണകൾ, മേടകൾ, തോരണങ്ങൾ, സിംഹാസനങ്ങൾ എന്നിവയെ കടുന്തുലകളെ പോലെ അടുക്കുന്ന യമകിങ്കരന്മാർ ഉടച്ചിട്ടു. എന്നാൽ അത്ഭുതജനകമായ ബ്രഹ്മ തേജസ്സിനാൽ ദിവ്യമായ പുഷ്പകം കഠിന യുദ്ധത്തിൽ ഉടഞ്ഞുവെങ്കിലും ഉത്തരക്ഷണത്തിൽ മുൻമട്ടിലായി തീരുകയാണ്. ദശകന്ധരന്റെ വൻപട എണ്ണിയാൽ അവസാനിക്കാത്ത അത്രയുമുണ്ട്. മഹാശൂരന്മാരായ 1000 അസുരവരന്മാർ അനുയായികളായി നിൽക്കുന്നു. അമാത്യന്മാർ ശക്തിക്കും ഇച്ഛയ്ക്കും അനുസരിച്ച് മലകൾ, വൃക്ഷങ്ങൾ, അനേക വിധത്തിലുള്ള ആയുധങ്ങൾ എന്നിവ കൈക്കൊണ്ട് വീരഭടന്മാരോടുകൂടി നക്തഞ്ചരേന്ദ്രനെ സഹായിച്ചു. ശസ്ത്രങ്ങൾ തട്ടി ശരീരത്തിൽ നിന്ന് ചെഞ്ചോര പൊഴിഞ്ഞു. കൃതാന്തന്റെയും ലങ്കേശ്വരന്റെയും സജീവന്മാർ ഘോരാങ്ങളായ ആയുധങ്ങളാൽ പരസ്പരം താഴ്ച്ചു. അന്ധകാമാത്യന്മാർ മന്ത്രിമാരെ വിട്ട് ദശാസ്യനോട് നേരിട്ടു. ശൂലാധ്യായുധ ജാലപാദത്താൽ അടിമുടി പുഷ്പിച്ചു നിൽക്കുന്ന അശോകം പോലെയായി
പുഷ്പകത്തിലിരിക്കുന്ന പൗലസ്ത്യനന്ദനൻ ശൂലങ്ങൾ, ഗദകൾ, കുന്തങ്ങൾ, വേലുകൾ, തോമരങ്ങൾ, ഉലക്കകൾ, കല്ലുകൾ, മരങ്ങൾ എന്നിവയെ സർവാസ്ത്രകോവിതനായ രാക്ഷസവരൻ ശക്തിയോടെ അയച്ചു. യമസൈന്യങ്ങളിൽ മരങ്ങളും കല്ലുകളും പെയ്തത് ഭൂമിയിൽ പതിച്ചു. 100,000 അന്ധകഭടന്മാർ അസ്ത്രങ്ങളെ കൊണ്ട് അവയെ തടുത്ത് അലർക്കർ കോനെ കാർക്കൊണ്ടലുകൾ മാമലയെപ്പോലെ ആവൃതരായി താടിച്ചു. ശ്വാസോച്ഛ്വാസത്തിനുകൂടി വിഷമമുണ്ടാകത്തക്ക വിധം ശൂലങ്ങൾ, ഭിന്തിപാലങ്ങൾ എന്നിവയെ കൊണ്ട് പുതുക്കി. പോർച്ചട്ട തകർന്ന് ചെഞ്ചോരയണിഞ്ഞ ദശാസ്യൻ ക്രോധാന്തനായി പുഷ്പകത്തിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നു. ഉജ്ജ്വല കാന്തി ചിന്തുന്ന രാവണൻ യമനെ പോലെ ഉഗ്രനായി തീർന്നു. വില്ലും ശരങ്ങളും എടുത്തു. അല്പസമയത്തിനുള്ളിൽ പൂർവാധികം ഉണർവും പ്രാപിച്ച അസുരേന്ദ്രൻ നിൽക്കവിടെ എന്നിങ്ങനെ ഉഗ്രസ്വരത്തിൽ പറഞ്ഞ് ചെവി വരെ ഞാൻ വലിച്ചു. ഇന്ദ്രാരികളായ അസുരർ മുപ്പുരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മുക്കണ്ണനെ പോലെ ചൊടിച്ച് പാശുപതാസ്ത്രം വിട്ടു. പുകയില്ലാത്ത ആളി കത്തുന്ന അഗ്നി പോലെ ആ അസ്ത്രം അന്ധക സൈന്യത്തെ വേനൽക്കാലത്ത് ഉണങ്ങിയ കാട്ടിൽ പതിച്ച അഗ്നി പോലെ ചാമ്പലാക്കുവാൻ തുടങ്ങി. മാംസഭക്ഷകരായ മൃഗങ്ങൾ ആ ദിവ്യാസ്ത്രത്തെ പിന്തുടരുക പതിവാണ്. ജ്വാലാമാലകളാണ് അസ്ത്രമുനയിൽ നിന്ന് പുറപ്പെടുക. കാട്ടുതീ പിടിച്ച മഹാവനം പോലെയായി തീർന്നു അന്ധക സൈന്യം. രാക്ഷസ പ്രമുഖൻ അയച്ച പാശുപതാസ്ത്രത്തിൻ്റെ മുന്നിൽ യമഭടന്മാർ ഉണക്ക ഇലകൾക്കു ഒപ്പമായി തീർന്നു. കത്തിയ മാമരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ പ്രേതപാലകന്മാർ പതിച്ചു. 3 ലോകങ്ങളും കിടുകിടെ വിറയ്ക്കത്തക്ക വിധം അമാത്യന്മാരോടൊന്നിച്ച് രാവണൻ ഉഗ്രസ്വരത്തിൽ അലറി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.